കഴിഞ്ഞ 2 ദിവസമായി അർജുൻ ആയങ്കിയാണ് വാർത്തകളിലെ താരം. നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. പല കേസുകളിലും, ഉദാഹരണത്തിന് രാമനാട്ടുകരയിലുണ്ടായ ഒരു വാഹനാപകടത്തിൽ 5 യുവാക്കൾ മരിച്ചതോടെയാണ് അർജുൻ ആയങ്കി വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. അത് സ്വർണം പൊട്ടിക്കൽ ടീം സംഘങ്ങൾ തമ്മിലുണ്ടായ ഒരു റോഡ് റേജിനിടയിലുണ്ടായിരുന്ന അപകടമാണ് എന്നാണ് പിന്നീട് പുറത്തു വന്ന വാർത്ത. അതോടെയാണ് അർജുൻ ആയങ്കി കുപ്രസിദ്ധനാവുന്നത്. ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അർജുൻ ആയങ്കി എങ്ങനെയാണ് ഈ കേസിലേക്ക് പെട്ടതെന്ന് നോക്കാം. നജ്മ ചേരും, ന്യൂസ് ഡെസ്ക്. ഒടുവിൽ അർജുൻ ആയങ്കി പിടിയിലായിരിക്കുന്നു. നാടകീയമായ രംഗങ്ങൾക്കും പരിശോധനയ്ക്കും വ്യാപകമായ സംസ്ഥാനത്താകമാനമുള്ള തിരച്ചിലിനും ഒടുവിൽ അർജുൻ പിടിയിലായിരിക്കുകയാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, 2021 സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് അർജുൻ ആയങ്കിയുടെ പേര് നമ്മൾ ആദ്യമായി കേൾക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സ്വർണ്ണക്കടത്തും വധശ്രമവും ഭീഷണിയും അങ്ങനെ നിരവധി കേസുകൾ അർജുൻ ആയങ്കിയുടെ പേരിലുണ്ട്. ഒടുവിൽ എന്താണ് ഇപ്പോൾ പിടിയിലായ കേസിന്റെ പശ്ചാത്തലം എന്ന് വിശദമായി തന്നെ നോക്കാം. ഒടുവിൽ പിടിയിൽ. മെയ് 3 കോതമംഗലത്ത് വിവാഹത്തിനെത്തിയ ആയങ്കി പോലീസ് കസ്റ്റഡിയിലാകുന്നു. അതെങ്ങനെയാണെന്നാൽ, കോതമംഗലത്ത് ഒരു സുഹൃത്തിന്റെ വിവാഹ സൽക്കാരത്തിലാണ് അർജുൻ ആയങ്കിയും സുഹൃത്തുക്കളും പങ്കെടുക്കുന്നത്. അവിടെ വെച്ച് കോതമംഗലം പോലീസ് ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡ് എന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായി അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുക്കുന്നു. ഈ ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡ് എന്നത് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളെ ഒരു കരുതൽ തടങ്കൽ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം കസ്റ്റഡിയിൽ എടുക്കേണ്ട ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡ് എന്ന് പറയുന്നത്. അങ്ങനെ അതിന്റെ ഭാഗമായി അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു. പിന്നീട് അർജുൻ കീഴ്ക്കോടതിയും ഹൈക്കോടതിയൊക്കെ സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല. പിന്നീട് പുറത്തിറങ്ങിയ അർജുൻ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നു. എൻ്റെ ജീവിതം നശിപ്പിച്ചു, ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയണമെന്ന തരത്തിലുള്ള ഒരു ഭീഷണിയുടെ സ്വരമുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നു. ഇത് തന്നെയാണ് അർജുന്റെ സ്ഥിരമായുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത്, ഭീഷണിയുടെ സ്വരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. പിന്നീട് ഈ ഭീഷണി പോസ്റ്റിന് പിന്നാലെ ഊന്നുകൽ പോലീസ് ഇതിന് കേസെടുക്കുകയാണ്. അപ്പോഴും പിന്നീട് ഈ ഊന്നുകൽ പോലീസിനെതിരെയും ഒരു ഭീഷണി പോസ്റ്റുകൾ തന്നെയാണ് അർജുന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പിടിക്കാൻ സാധിക്കുമെങ്കിൽ എന്നെ പിടിക്കൂ എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ തന്നെയാണ് അപ്പോഴും അർജുൻ ഇടുന്നത്. അവിടെ പോലീസ് കേസെടുക്കുന്നു. പിന്നീട് സംഭവിക്കുന്നത് കസ്റ്റഡിയിലെടുക്കാൻ ഒളിവിലിരുന്ന് വെല്ലുവിളിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വെല്ലുവിളിയാണ്. സാധിക്കുമെങ്കിൽ കണ്ടെടുക്കുക അല്ലെങ്കിൽ എന്നെ പിടിക്കൂ എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ നിരന്തരം അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അത് കഴിഞ്ഞ് കാത്തിരുന്ന് കാണാമെന്ന് ചെന്നിത്തല പറയുന്നു. അങ്ങനെ കോതമംഗലം SHOക്കെതിരെയും ഭീഷണി സ്വരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നു. പിന്നീട് ഊന്നുകൽ പോലീസിനെതിരെയും ഭീഷണി സ്വരത്തിലുള്ള പോസ്റ്റുകൾ വരുന്നു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. കാത്തിരുന്ന് കാണാമെന്ന്. ഉറപ്പായിട്ടും അർജുൻ ആയങ്കിയെ പിടികൂടേണ്ടത് അത്യാവശ്യമാണെന്ന തരത്തിലുള്ള പ്രതികരണം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ശേഷം ഇതിനിടയ്ക്ക് MV ജയരാജന്റെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ടായിരുന്നു. തൂഫാൻ പോലെ തൂക്കിയെടുക്കണം അർജുൻ ആയങ്കിയെന്ന്. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ അർജുന്റെ ഒരു പ്രതികരണ പോസ്റ്റ് കൂടെ വരുന്നുണ്ട്. വളർന്ന പാർട്ടി വേറെയാണ് എന്ന തരത്തിൽ ആഭ്യന്തരമന്ത്രിക്കുമുള്ള മറുപടി വരുന്നുണ്ട്. MV ജയരാജനെതിരെയുള്ള പ്രതികരണം കൂടി വരുന്നുണ്ട്. ഞാൻ പാർട്ടിക്ക് വേണ്ടിയാണ് എൻ്റെ പേന ചലിപ്പിച്ചത്, അതിനുവേണ്ടിയാണ് പല കള്ളക്കേസിലും എന്നെ കുടുക്കിയതെന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ അർജുന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്നെ പിന്തുണച്ചില്ലെങ്കിലും, പാർട്ടി എന്നെ പിന്തുണച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ ജയരാജൻ എന്നെ പിന്തുണച്ചില്ലെങ്കിലും കുത്തരുത്, പിന്നിൽ നിന്നും കുത്തരുത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ജയരാജന് വേണ്ടിയും അർജുന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അപ്പോഴേക്കും ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണത്തിനൊക്കെ ശേഷം സംസ്ഥാനത്താകമാനം വലവിരിക്കുകയാണ് പോലീസ് അർജുനെ കണ്ടെത്താൻ. തുടർന്ന് സഹോദരനും കൂട്ടാളികളും കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ അർജുന്റെ കൂട്ടാളികളെയും സഹോദരനെയൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീടുള്ള പോലീസിന്റെ നീക്കമെല്ലാം ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്നാൽ എടപ്പാളിലെത്തിയതിന്റെ ദൃശ്യങ്ങൾ വരുന്നു. അങ്ങനെ ഈ കൂട്ടാളികളിൽ നിന്നൊക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എടപ്പാളിൽ അർജുൻ ആയങ്കി എത്തി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ വരുന്നു. പുറകെ തളിപ്പറമ്പിലെ ബാറിൽ ഒളിവിൽ കഴിഞ്ഞതായുള്ള വിവരം കൂടി പോലീസിന് ലഭിക്കുന്നു. ഇതെല്ലാം കൂട്ടാളികളെയും സഹോദരനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിർണായകമായ പല വിവരങ്ങളും ലഭിക്കുന്നത്. അപ്പോഴും പോലീസിനെ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന തരത്തിലുള്ള സമാന്തരമായി പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരുന്നു. തൃശ്ശൂരിൽ വടക്കുന്നാഥ് ക്ഷേത്രത്തിന്റെ സമീപത്തു നിന്നുള്ള ഫോട്ടോകൾ ഇടുന്നു. സാധിക്കുമെങ്കിൽ എന്നെ പിടിക്കൂ എന്ന തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കേസ് ഈ പരിശോധന നടക്കുമ്പോൾ അതിന് സമാന്തരമായിക്കൊണ്ട് തന്നെ അർജുൻ പോസ്റ്റുകളും ഇട്ടിരുന്നു. പിന്നീട് സംഭവിക്കുന്നത്
മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിന് പുതിയ കേസെടുക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു പരിഹാസ പോസ്റ്റുകൾ അർജുന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പോലീസിന് അത് കുറെ കൂടി അവരുടെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇനി ഏതൊക്കെ തരത്തിൽ കൊടുക്കാം എന്നുള്ളൊരു ചിന്ത പോലീസിന് വരുന്നു. നിലവിൽ മുഖ്യമന്ത്രിക്കെതിരെ ഈ സമയത്തൊന്നും അധിക്ഷേപ പോസ്റ്റില്ല. നേരത്തെയുള്ള ഒരു പോസ്റ്റിന്റെ പേരിൽ നിലവിലൊരു കേസും കൂടെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചു എന്ന തരത്തിലൊരു കേസെടുക്കുന്നു. പിന്നീട് സംഭവിക്കുന്നത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കാർ കസ്റ്റഡിയിലെടുക്കുന്നു. അതായത് ഓഗസ്റ്റ് 8 ഇന്നലെ വൈകിട്ടോടുകൂടി കൂട്ടാളികളെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അർജുൻ കാർ ഉപേക്ഷിച്ച് ഒളിവിലേക്ക് പോയി എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ നിന്നും ഇന്നലെ വൈകിട്ട് 6 മണിയോടെ കാർ കസ്റ്റഡിയിലെടുക്കുകയാണ്. ശേഷം തൂഫാൻ പോലെ നേരത്തെ പറഞ്ഞതാണ് എം വി ജയരാജന്റെ പ്രതികരണം വരുന്നുണ്ടാകുന്നു. അത് ഈ കാർ കസ്റ്റഡിയിൽ എടുക്കുന്ന ആ ഒരു സമയത്താണ് അങ്ങനെ വരുന്നത്. ജയരാജന് മറുപടിയും പറയുന്നുണ്ട് അർജുൻ ആയെങ്കിൽ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ മറുപടികളെല്ലാം വരുന്നത്. ശേഷം ഫോട്ടോ കണ്ട ഓട്ടോ ഡ്രൈവർ തിരിച്ചറിയുന്നു. ഈ കാറ് കസ്റ്റഡിയിൽ എടുക്കുന്നു. അപ്പോൾ തന്നെ ഈ കാറ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ഒരു ഓട്ടോയിലെ ഡ്രൈവർ അർജുൻ ആയെങ്കിൽ തിരിച്ചറിയുന്നു. അങ്ങനെ ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കുറെ കൂടെ അന്വേഷണം ശക്തമാക്കുന്നതും പരിശോധന ശക്തമാക്കുന്നതും. ഒടുവിൽ ഇന്ന് പുലർച്ചെ താളികാവിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും പോലീസ് അർജുൻ ആയെങ്കിയെ കസ്റ്റഡിയിലെടുക്കുന്നു. അതായത് ഓഗസ്റ്റ് 9 പുലർച്ചെ 2:30 നാടകീയ രംഗങ്ങൾക്കൊടുവിൽ അർജുൻ ആയെങ്കി പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത്. ഇപ്പോൾ നിലവിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കുകയാണ് അർജുൻ ആയെങ്കിയെ.